ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നമ്മൾ അടിമാലിക്ക് പോകുന്ന വഴിക്ക് ഇരുമ്പുപാലം എന്നുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ശാന്തിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ശാന്തിഗ്രാമം എന്ന് പറയുന്നൊരു ഹോളിസ്റ്റിക് ഹെൽത്ത് സെൻ്ററാണ്. നമുക്ക് യോഗ ട്രെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കൗൺസിലിംഗ് ക്ലാസ്സും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാലാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മുടെ കൂടെ ജയ മാം ഉണ്ട്. സോ മാം, നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സംസാരത്തിൽ, അതായത് ഇപ്പം പണ്ട് കാലഘട്ടത്തായിരുന്നു ഇപ്പോൾ ഒരു ഫിസിക്കൽ ഹെൽത്ത്, അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഇപ്പോഴാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നൊരു വിഭാഗം ആൾക്കാരായാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഒരുപാട് ഡിപ്രഷനും ആൻസൈറ്റി അങ്ങനത്തെ ഒരുപാട് രോഗാവസ്ഥകളും കൂടി വരുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മുടെ ഈ യോഗയും ഈ തെറാപ്പിയും ഒക്കെ അതിനെങ്ങനെയാണ് സഹായിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിസ്റ്റിക് ഹെൽത്ത് കൺസെപ്റ്റാണ്. സമഗ്ര ആരോഗ്യ കേന്ദ്രം എന്നാണ് നമ്മളിവിടെ തുടങ്ങുന്നത് തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മെൻ്റൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും. അതിൽ പ്രത്യേകിച്ച് ഈ മാഹികാരി എന്ന് പറഞ്ഞ സിസ്റ്റമില്ലേ, അതിനകത്ത് സ്പിരിച്വൽ ഹെൽത്ത്, സ്പിരിറ്റ് ഫസ്റ്റ്, മൈൻഡ് ഫോളോസ്, ബോഡി ബിലോങ്സ് എന്നാണ് അവർ പറയുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തും, മനസ്സ് താനെ ശരിയായിക്കോളും, അതിൻ്റെ കൂടെ തന്നെ ശരീരവും. അപ്പോൾ ആദ്യം നമ്മൾ ആ ആന്തരികമായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ആത്മീയ തരത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്കതില്ല. ഇപ്പം നമ്മൾ ഉടനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു 6 മാസം പ്രായമായി കമന്ന് വീണുമ്പോഴേ അത് നമ്മുടെ മൊബൈൽ എടുത്ത് കൈ കൊടുത്താൽ നല്ല സുന്ദരമായിട്ട് അത് വെച്ച് അതിനല്ല. പക്ഷേ നമ്മൾ മിസ് ചെയ്യുന്നത്, നമ്മളുടെ മിസ്സിങ് ലിങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ എന്താണ്, ജീവിതം എന്താണ്, ഹൂ ആം ഐ, ഞാൻ എന്താണ്, എൻ്റെ എനർജി എന്താണെന്നൊക്കെയുള്ള ആ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഈസ് കംപ്ലീറ്റ്ലി ലാക്ക്. സ്പിരിച്വൽ അല്ലെ റിലിജിയൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുക, ആരാധനാലയത്തിൽ പോകുക എന്ന് മാത്രമുള്ളൊരു രീതിയിലാണ് ഇപ്പം മുന്നോട്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെൻ്റൽ ട്രോമയും വരാനുള്ള കാരണം. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അറിയുക, നമ്മളിലുള്ള ആ ശക്തിയെ അറിയുക, അതാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. ആ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും മനസ്സ് നേരെയാവും. സ്ട്രെസ്സിന് എത്ര സ്ട്രെസ്സ് വന്നാലും അതിനെ ജീവിക്കുക. പൂജ ചോദിച്ചത് നല്ല ചോദ്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഊന്നൽ കൊടുക്കുന്നത് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് സെഷൻസിനാണ്. ഇവിടെ ഫാമിലി കൗൺസിലിങ്ങിന് വരാറുണ്ട്, പ്രത്യേകിച്ചും കപ്പിൾസ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഞാൻ 1994 മുതൽ ക്രിസ്ത്യൻസ് നടത്തുന്ന പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ റിസോഴ്സ് പേഴ്സണാണ്. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് അതിൻ്റെ ആവശ്യകത. മറ്റേത് ഞാൻ പ്രസവം എടുത്തുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രസവിക്കുന്നതിന് മുൻപ് ഇപ്പോൾ എപ്പോഴും നമ്മൾ ഫാമിലി ലൈഫ് തുടങ്ങുമ്പം ഫാമിലി ബഡ്ജറ്റിനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. 2 പേർക്കും വരുമാനമുണ്ടോ, 2 പേർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള എല്ലാ പരിസ്ഥിതിയും ഉണ്ടോ. പക്ഷേ ഒരിക്കലും ചിന്തിക്കാറില്ല 2 പേരുടെയും മാനസികമായിട്ടുള്ള ഐക്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഡൈവോഴ്സ്. ഇപ്പോൾ എനിക്കിവിടെ വരുന്ന കേസ് മുഴുവൻ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തമ്മിലടിയാണ്. അത് പിന്നെ രണ്ടാമത്തെ ആണെങ്കിൽ കുട്ടികളും പേരൻസും തമ്മിലുള്ള. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ പ്രോബ്ലം ചൈൽഡ്, ഓൺലി പ്രോബ്ലം പേരൻസ്. പേരൻസിൻ്റെ ഭാഗത്തുള്ള ചെറിയ അശ്രദ്ധയോ ചെറിയ കടുംപിടുത്തമോ ആയിരിക്കും ആ കുട്ടിയെ ഇത്രയും വഴിതെറ്റിച്ച് വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ കൗൺസിലിംഗ് സെൻ്ററായിട്ട് തന്നെ ഇവിടെ ഞാൻ നടത്തുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം വന്നിട്ട് വരുമ്പോഴാണ് അത് കൗൺസിലിംഗ് ആകുന്നത്. ആക്ച്വലി പ്രോബ്ലം ഷുഡ് ബി അവോയ്ഡഡ്. ആ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് മുഴുവൻ പ്രിവെൻഷനാണ്. അപ്പം ഹൗ ടു സപ്പോർട്ട് എ ഹെൽത്തി ആൻഡ് പീസ്ഫുൾ ഫാമിലി ലൈഫ്. പീസാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, ഇപ്പം പീസസ് ഓഫ് മൈൻഡാണ്, പക്ഷേ പീസ് ഓഫ് മൈൻഡ് ഇല്ല. ഈ പീസസ് ഓഫ് മൈൻഡ് ആക്കുന്നത് കൗമാരപ്രായം മുതലേ, അതും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അവർ കാണുന്ന അവരുടെ പേരൻസിൻ്റെ ബിഹേവിയറിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ മനസ്സ് വേറെ ഒരു ട്രാക്കിൽ കൂടാണ് പോകുന്നത്. അപ്പം മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ്, പ്രീ മാരേജ്, അതാണ് ഇവിടുത്തെ ഞങ്ങൾ നടപ്പിലാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഫീൽഡ്. എത്രയോ നേഴ്സസിന് പോലും ഇതിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അവർ പോലും പറയും, എൻ്റെ മാഡം ഞങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചിട്ടില്ല,
പഠിച്ചു പാസ്സായി പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും എന്നല്ലാതെ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ധനം. അപ്പോൾ അത് സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്, അതോടുകൂടി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സക്സസ്ഫുൾ പേരൻറ്റിങ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള 3 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങാണ് ഇവിടെ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. അതോടുകൂടി എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള മാനവരാശിയുടെ ആ മെൻ്റൽ ഹെൽത്ത് 100% പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റിയുള്ള ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള അബദ്ധ ധാരണകളാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലോട്ട് മനുഷ്യനെ എത്തിക്കുന്നത്. ബാക്കി എല്ലാത്തിനും സൊല്യൂഷനുണ്ട്, പക്ഷെ ഇത് താളം തെറ്റിപ്പോയ, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ. അല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ചർച്ചയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമുണ്ടോ, ഹെൽത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഞാനൊക്കെ പറയും, ശരിക്കും പറഞ്ഞാൽ കല്യാണം ആലോചിക്കുമ്പോൾ ആ കുട്ടിയുടെ ഹെൽത്ത്, ഞാൻ തമാശയ്ക്കാണെങ്കിലും പറയാം, അവളുടെ ഗർഭപാത്രം നല്ലതാണോ എന്ന് ആരെങ്കിലും നോക്കാറുണ്ട്. അതായത് ഷീ ഏബിൾ ടു കൺസീവ് ആൻഡ് ബിക്കം എ മദർ. ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? എല്ലാവർക്കും ഇതുപോലെ ജോലി കിട്ടണം, പെൺകുട്ടികളോട് പ്രത്യേകിച്ചും. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഭാവിയിൽ എനിക്ക് നല്ലൊരു അമ്മയാവണമെന്ന്. അപ്പം ചോദിക്കുന്ന ഹസ്ബൻഡ്സിന് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അല്ലേ. പക്ഷേ പുരുഷന്മാരുടെ റെസ്പോൺസിബിലിറ്റി പിന്നെ എന്താ പറയുക, ഒരു സ്പേം തന്നതോടുകൂടി തീർന്ന്. അതേസമയം സ്ത്രീക്കോ കൺസീവ് ചെയ്ത് 10 മാസം സ്ത്രീയെയാണ് പ്രകൃതി ആ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ഒരുക്കി നിർത്തിയേക്കുന്നത്. അവളെ ഡിസൈൻ ചെയ്തേക്കുന്ന മുഴുവൻ അതിനു വേണ്ടിയാണ്. അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി മറ്റ് രീതിയിൽ, അതായത് ദർസ് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇപ്പം ബിറ്റ്വീൻ ദ റോള്. പണ്ട് റീപ്രൊഡക്റ്റീവ് റോളായിരുന്നു അമ്മയ്ക്ക് പ്രധാനം. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ അതിൽ കൂടെ അല്ലേ. പിന്നെ പ്രൊഡക്റ്റീവ് റോള് അച്ഛനായിരുന്നു, റീപ്രൊഡക്റ്റീവ് റോള് കൂടുതൽ അമ്മയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മ പ്രൊഡക്റ്റീവ് റീപ്രൊഡക്റ്റീവ് 2 റോളും കൂടെ ഏറ്റെടുത്തേക്കുക. അപ്പോൾ ഒരു ഭയങ്കര റോള്. ഞാൻ പറയുന്നത് സ്ത്രീകൾ പ്രൊഡക്റ്റീവ് റോളിന് പോകരുതെന്നല്ല, പക്ഷേ അതെങ്ങനെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അതൊരു വലിയൊരു കലയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു കപ്പാസിറ്റി ബിൽഡിങ് തന്നെ കൊടുക്കണം നമ്മുടെ പെൺകുട്ടികൾക്ക്. മനസ്സിലായില്ല? പണ്ടാണെങ്കിൽ 1 ഡസൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരുമിച്ച് അങ്ങ് വളർന്നു. ഇപ്പോൾ ഒരു കുട്ടി മാത്രമാകുമ്പോഴേ എന്തുമാത്രം ടെൻഷനാണ് ആ പേരൻസിന്. കാരണം എന്താ, പേരൻസിന് ഒരുപാട് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസാണ്. ഈ കുഞ്ഞിന് വേണ്ടി സമയം കൊടുക്കാനില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ പരക്കം പായുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ഒരു സൊല്യൂഷൻ. ഒന്ന് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഓർ മാരേജ് പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്യുക, എന്താ പറയുക, എംപവർ യുവർ സെൽഫ് ടു ഫേസ് ഓൾ ദി ചലഞ്ചസ് ഇൻ ഫാമിലി ലൈഫ്. രണ്ടാമത്തത് കമ്മ്യൂണിറ്റി ലിവിങ്. കൂട്ടുകുടുംബത്തിൽ ഈ ഒരു ടെൻഷനില്ല. കാരണം നമ്മൾ ജോലിക്ക് പോകുമ്പോഴേ നമ്മുടെ അമ്മ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണും, അപ്പച്ചി അമ്മാവന്മാർ എല്ലാവരും കാണും. അപ്പോൾ നമ്മുടെ കുട്ടികൾ സേഫാണ്. ഇപ്പോഴങ്ങനെയല്ല. അതാണ് മെയിൻ റീസൺ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ശാന്തിഗ്രാം മാനവീയം എന്ന് വെച്ചേക്കുന്നത്. മാനവീയം എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ ആ ഒരു എംപവർമെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാൻ, അതായത് ഇപ്പം മാം ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈമിൽ ഒരുപാട് PCOD അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് കൾച്ചറിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളായിട്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മുടെ ഈ യോഗ തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം എപ്പോഴും കാണുന്നതുകൊണ്ടും ഈ ഡൈവോഴ്സ് കേസ്, അതുപോലെ പെൻവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതിലൊരെണ്ണമാണ് PCODയുടെ മെയിൻ കാരണം സ്ട്രെസ്സും ഫുഡുമാണ്. പ്രത്യേകിച്ചും ചിക്കൻ ഒക്കെ കൂടുതൽ. കാരണം ചിക്കനകത്ത് ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്ത് വളർത്തുന്ന അതിനേക്കാളും കൂടുതൽ ഇപ്പം ഞാനിവിടെ കോഴിയെ വളർത്തുന്നത്, അപ്പോഴാണ് നമ്മളിത് കൂടുതലും അറിയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഫീഡാണ് അവർ അതിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഒരു ഇലയിലാണെങ്കിൽ പോലും ആ ഇലയിലുള്ള എന്ത് ന്യൂട്രിയൻ്റാണോ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഇറച്ചിയിൽ അതിനെ വളർത്താൻ ഉപയോഗിച്ച ഏതോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡുണ്ട് ഭക്ഷണം. പണ്ടൊക്കെ കോഴിയെ വളർത്തുമ്പം നമ്മുടെ വേസ്റ്റ് വരുന്ന അതെല്ലാം അതിൽ ചിക്കിച്ചേരുന്നത്. ഇപ്പം അങ്ങനെ അല്ലല്ലോ, എല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ എഫക്റ്റും നമുക്കും കിട്ടും. നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് വരുത്തും. ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് PCOD വരുന്നത്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുന്നത്.
പിന്നെ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഹോർമോണിൻ്റെ ഇതിനെല്ലാം ഇപ്പം ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് തെറാപ്പിയായിട്ടും പ്രിവെൻഷനായിട്ടും അതായത് ഞാൻ പറയും യോഗയാണ്. അതിനെ യോഗയെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഇസ് എ കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ പാക്കേജ്. കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് WHO പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഗവൺമെൻറ് ഡോക്ടേഴ്സിന് തന്നേക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ പ്രിവെൻറ്റീവ് ആയിരിക്കണം, പ്രൊമോട്ടീവ് ആയിരിക്കണം, ക്യൂറേറ്റീവ് ആയിരിക്കണം, റീഹാബിലിറ്റേറ്റീവ് ആയിരിക്കണം, പാലിയേറ്റീവ് ആയിരിക്കണം. ഇതെല്ലാം യോഗയിലുണ്ട്. ഈ 5 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു, പ്രിവെൻറ്റീവും പ്രൊമോട്ടീവും കാര്യങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ടും അതായത് ഞാൻ പറഞ്ഞത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണല്ലോ ഹെൽത്തിൻ്റെ എല്ലാ കാര്യവും പോളിസിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആ പോളിസിയിലാണ് ഈ പ്രിവെൻറ്റീവും പ്രൊമോട്ടീവും ക്യൂറേറ്റീവും റീഹാബിലിറ്റേറ്റീവും പാലിയേറ്റീവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസസ് ആവശ്യമുള്ളത് റീഹാബിലിറ്റേറ്റീവും പാലിയേറ്റീവാണ്. കാരണം ഒരുപാട് അസുഖങ്ങൾ വന്നു കഴിഞ്ഞു, പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് തന്നെ അല്ലേ, ഇപ്പോൾ കോവിഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ മെൻ്റൽ ഡിപ്രഷനാണ്. ഡിപ്രഷനും എനിക്കൊന്നും വയ്യ, എന്നെക്കൊണ്ട് കൊള്ളില്ല. ഈ ഒരു വർഷത്തോളം ലോക്ക്ഡൗൺ കഴിഞ്ഞ് മാത്രമല്ല ഈ വൈറസിൻ്റെ ഇൻഫ്ലുവൻസ്, വൈറസ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിനെയും ഹാർട്ടിനെയൊക്കെ അറ്റാക്ക് ചെയ്താൽ പെട്ടെന്ന് ഡെത്താവും. ഈ നെർവ്സിനെ അറ്റാക്ക് ചെയ്താൽ ഡെത്താവില്ല, ചത്തതിന് ഒക്കുമേ ജീവിച്ചിരിക്കും എന്നുള്ള രീതിയിലൊരു മെൻ്റലി അപ്സെറ്റായിട്ടുള്ള ഒരു ക്രിയേഷനായിട്ട് അത് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ റീഹാബിലിറ്റേഷനും പാലിയേറ്റീവ് കെയറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് അവരെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി, അതേപോലെ തന്നെ പാലിയേറ്റീവ് ഒരുപാട് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് കാരണം ഒരുപാട് പേർക്ക് ക്യാൻസർ, ഈ മെൻ്റൽ ഡിപ്രഷൻ കൊണ്ട് തന്നെ ക്യാൻസർ വരും, മനസ്സിലായി, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെ വന്നിട്ട് അപ്പോൾ അതെല്ലാം വളരെയധികം ഈ നമുക്ക് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ മോഡിജി ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്ത് മന്ത്രിയായിട്ടതിന് ശേഷം ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് യോഗ, ഇൻ്റർനാഷണൽ യോഗ ഡേ. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇപ്പം നീഡ് ഓഫ് ദി അവർ ഈസ് യോഗ എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. മാം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ ഈ ജൂൺ 21 നമ്മൾ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യോഗയും എല്ലാത്തിലേക്കും നമ്മളിപ്പോൾ ആൾക്കാരും കൂടുതലും കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ തന്നെ ആവട്ടെ. ഇനിയും അതുപോലെ നമ്മുടെ എല്ലാ പ്ലാൻസുകളും നമ്മുടെ എല്ലാ പ്രോഗ്രാംസും നല്ല രീതിക്ക് വർക്കൗട്ട് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഒരു ജനറേഷനെ, നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സ്പിരിച്വലായിട്ടും ആരോഗ്യ സമ്പന്നരായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. വളരെ നന്ദി.